സംസ്ഥാന പ്രസിഡന്റ് എൻ.എ. മുഹമ്മദ് കുട്ടി നയിക്കുന്ന സന്ദേശയാത്ര കളമശ്ശേരിയുടെ വികസനം അതിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായി സന്നദ്ധനായി ഇവിടെയുള്ള NCP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിക്കുന്ന എൻ.എ. മുഹമ്മദ് കുട്ടി മുന്നോട്ട് വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ കളമശ്ശേരിയുടെ വ്യാവസായിക രംഗത്ത് ഏറ്റവും വലിയ ഒരു സ്ഥാനം കളമശ്ശേരിക്ക് നേടിക്കൊടുക്കുന്നതിന് വേണ്ടി കൊച്ചിയുടെ വികസനം കളമശ്ശേരിയിലൂടെ എന്ന മുദ്രാവാക്യം പിടിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് ഈ കുന്നുകര പഞ്ചായത്തിൽ ഈ അയിരൂരിൽ വെച്ച് ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതിന് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഇത് ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. NCP സിന്ദാബാദ്, NCP സിന്ദാബാദ്, NCP സിന്ദാബാദ്, NCP സിന്ദാബാദ്, അജിത് പവാർ സിന്ദാബാദ്, അജിത് പവാർ സിന്ദാബാദ്, പ്രഫുൽ പട്ടേൽ സിന്ദാബാദ്, പ്രഫുൽ പട്ടേൽ സിന്ദാബാദ്, N.A. മമ്മൂട്ടി സിന്ദാബാദ്, N.A. മമ്മൂട്ടി സിന്ദാബാദ്, N.A. മമ്മൂട്ടി സിന്ദാബാദ്, N.A. മമ്മൂട്ടി സിന്ദാബാദ്, സജി പോത്തൻ സിന്ദാബാദ്, സജി പോത്തൻ സിന്ദാബാദ്, വികസന യാത്ര സിന്ദാബാദ്, വികസന യാത്ര സിന്ദാബാദ്, വികസന യാത്ര സിന്ദാബാദ്, വികസന യാത്ര സിന്ദാബാദ്, NCP സിന്ദാബാദ്, NCP സിന്ദാബാദ്. പ്രിയപ്പെട്ട അയിരൂരിലെ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, കളമശ്ശേരിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല. കളമശ്ശേരി മണ്ഡലം അതിൻ്റെ ഒരറ്റമാണ് ഇന്ന് ഈ കുന്നുകര. അതുകൊണ്ടാണ് കുന്നുകരയിലെ അയിരൂരിൽ തന്നെ ഞങ്ങൾ ഇത്തരത്തിൽ ഈ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നത്. കളമശ്ശേരിയുടെ വികസനം എന്ന് പറയുമ്പോൾ കളമശ്ശേരി മണ്ഡലത്തിന്റെ വികസനമാണ്, അല്ല കളമശ്ശേരി പ്രദേശത്തിന്റെ അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ആദ്യമായി ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വന്നത് സൗത്ത് കളമശ്ശേരിയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗൗരിയമ്മ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്താണ് അത് വന്നിട്ടുള്ളത്. അതിനോടനുബന്ധിച്ചാണ് പിന്നീട് മറ്റ് എല്ലാ വ്യവസായങ്ങളും കളമശ്ശേരിയിലേക്ക് നീങ്ങുന്നത്. ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ വാഹന പ്രചരണ സന്ദേശയാത്രയാണ്, NCPയുടെ സന്ദേശയാത്രയാണ് ഇതുവഴി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ഷാജി ജോസഫ് തെങ്ങമ്പള്ളി, അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, സംസ്ഥാന കമ്മിറ്റി അംഗം, കർഷക നാഷണലിസ്റ്റ് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഷൈജു അട്ടക്കുളം തുടങ്ങിയ സമുന്നതരായ നേതാക്കൾ എന്നോടൊപ്പം ഈ വാഹനപ്രചരണ ജാഥയിൽ അനുഗമിക്കുന്നുണ്ട്. ഈ വാഹനപ്രചരണ ജാഥയുടെ ക്യാപ്റ്റൻ NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ N.A. മുഹമ്മദ് കുട്ടിയാണ്. അദ്ദേഹം ഈ കളമശ്ശേരി നിയോജക മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനം, അതിനുവേണ്ടി NCP എന്ന പാർട്ടിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, എറണാകുളത്തിന്റെ വികസനം കളമശ്ശേരിയുടെ മാത്രമേ സാധിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാട്ടിലെ എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസങ്ങളോടും സംവദിച്ചുകൊണ്ട് ഇതുവഴി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. നമുക്കറിയാം, എറണാകുളത്തിന്റെ ജീവനാഡി എന്ന് പറയുന്നത്, എറണാകുളത്തിന്റെ ബിസിനസ് ഹബ് എന്ന് പറയുന്നത്, വ്യവസായ കേന്ദ്രമെന്ന് പറയുന്നത് കളമശ്ശേരിയാണ്. കളമശ്ശേരി വികസിച്ചാൽ, കളമശ്ശേരിയിൽ പുതിയ പുതിയ വികസനങ്ങൾ കൊണ്ടുവന്നാൽ, കളമശ്ശേരിയിൽ പുതിയ വ്യവസായങ്ങൾ കൊണ്ടുവന്നാൽ,
അത് തീർച്ചയായും എറണാകുളത്തിന്റെ സമഗ്രമായ വികസനത്തിന് വഴിയൊരുക്കും എന്നുള്ള കാര്യം അവിതർക്കിതമാണ്. പണ്ട് കളമശ്ശേരിയിൽ ഉണ്ടായിരുന്ന HMDയുടെ അവസ്ഥ, FACTയുടെ അവസ്ഥ, പല പല വ്യവസായ സ്ഥാപനങ്ങളും പൂട്ടിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വിരുദ്ധമായി കളമശ്ശേരി എങ്ങനെ വികസിപ്പിക്കാം? നമുക്കറിയാം, ഹൈക്കോടതി കളമശ്ശേരിയിലേക്ക് വരാൻ പോവുകയാണ്. ഹൈക്കോടതി കളമശ്ശേരിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വികസനം കളമശ്ശേരിയിൽ ഉണ്ടാകും. അതുപോലെ തന്നെ കളമശ്ശേരിയിൽ ഒരു വലിയ വ്യവസായത്തിന്റെ ഉടമയാണ് ശ്രീ NA മുഹമ്മദ് കുട്ടി. ഏകദേശം 500ഓളം ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഫാൽക്കൺ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന വ്യവസായ സ്ഥാപനത്തിന്റെ അധിപനാണ് ശ്രീ NA മുഹമ്മദ് കുട്ടി. കളമശ്ശേരിയിൽ ആരോഗ്യരംഗത്ത് പുതിയ പുതിയ സംരംഭങ്ങൾ ഉണ്ടാകണം. കളമശ്ശേരിയിൽ വ്യവസായിക രംഗത്ത് പുതിയ പുതിയ മാറ്റങ്ങൾ വരണം. വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പുതിയ മാറ്റങ്ങൾ വരണം. ഇതിനെല്ലാം വേണ്ടി ഇവിടുത്തെ ജനാവലിയോട് സംവദിക്കുന്നതിനും ഇവിടുത്തെ പൗരപ്രമുഖരോട് സംവദിക്കുന്നതിനും വേണ്ടി കൃത്യമായ ഒരു ബ്ലൂ പ്രിന്റ് NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ശ്രീ NA മുഹമ്മദ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ ജനങ്ങളുടെ സമക്ഷത്തിൽ എത്തിക്കുക, അത് ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ട് അതിന്റെ അംഗീകാരത്തിനായി ജനങ്ങളെ സമീപിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വികസന സന്ദേശ യാത്രയോടെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഈ വികസന സന്ദേശ യാത്ര ഈ ഭാഗത്തൂടെ കടന്നു കഴിയുമ്പോൾ ഇവിടുത്തെ പൗരാവലി കൃത്യമായി അവർക്ക് ബോധ്യമുണ്ടാകും എന്തുകൊണ്ടാണ് കളമശ്ശേരി വികസിക്കാത്തത്. നാളിതുവരെയുള്ള രാഷ്ട്രീയ കോമാളികളെ കൊള്ളരുതായ്മകൾ കൊണ്ട് കളമശ്ശേരിയുടെ വികസനം ഓടിച്ചു നിൽക്കുമ്പോൾ കൃത്യമായി കളമശ്ശേരിയെ ഒരു കൃത്യമായ ബ്ലൂ പ്രിന്റിലൂടെ കൃത്യമായ ആസൂത്രണത്തിലൂടെ തന്നെ കളമശ്ശേരിയുടെ സമ്പൂർണ്ണ വികസനമാണ് NCP ലക്ഷ്യമിടുന്നത്. കൃത്യമായി നമുക്ക് ഒരു വ്യവസായ മാർഗരേഖയുണ്ട്. വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളെ കുറിച്ച് കൃത്യമായ അവബോധമുണ്ട്. ആരോഗ്യരംഗത്ത് വരുന്ന മാറ്റങ്ങളെ കുറിച്ച് കൃത്യമായ നമുക്ക് ബോധ്യമുണ്ട്. ഇതെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാതെ ഇവിടുത്തെ പൗരാവലിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ ജനാവലിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ പൗരപ്രമുഖരെ ഇവിടുത്തെ പൗരന്മാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ എല്ലാവരുടെയും ആവശ്യമാണ് ഈ കളമശ്ശേരി വികസിക്കേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കളമശ്ശേരി വികസിച്ചാൽ കൃത്യമായി എറണാകുളം ജില്ലയിൽ വലിയ വികസനമുണ്ടാകും. കളമശ്ശേരിയുടെ എറണാകുളത്തിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്, എറണാകുളത്തിന്റെ വ്യാവസായിക ഹബ് എന്ന് പറയുന്നത്, എറണാകുളത്തിന്റെ വികസനം എന്ന് പറയുന്നത് അത് കളമശ്ശേരിയിൽ മാത്രമേ യാഥാർത്ഥ്യമാകൂ എന്ന യാഥാർത്ഥ്യം ഇവിടുത്തെ കളമശ്ശേരി നിവാസികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ വാഹന പ്രചരണ സന്ദേശ യാത്ര. പ്രദേശവാസികളെ, ഈ വികസന സന്ദേശ യാത്രയോടൊപ്പം പൈലറ്റ് വാഹനം എന്നുള്ള നിലയിൽ കടന്നു വന്ന് ഇന്ന് ഈ പ്രദേശത്ത് എത്തി നിൽക്കുന്ന ഈ യാത്രയിൽ എന്നോടൊപ്പം പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരായ സർവശ്രീ അഡ്വക്കേറ്റ് സൈഫുദ്ദീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഒപ്പം KK ഷംസുദ്ദീൻ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അതോടൊപ്പം ശ്രീ ഷൈജു വട്ടക്കുളം, JB പ്രകാശ് തിരുവനന്തപുരം, അതോടൊപ്പം തന്നെ നിരവധിയായ ആളുകൾ ഇവിടെയുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ യാത്രയുടെ സന്ദേശം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് മുൻ പ്രാൻസംഗീകൻ അഡ്വക്കേറ്റ് സൈഫുദ്ദീൻ സവിസ്തരം സംസാരിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും കളമശ്ശേരിയുടെ വികസനം ഒരു നാടിന്റെ വികസനമാണ്, വരും തലമുറയുടെ വികസന സ്വപ്നമാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. കേവലം 10-15 വർഷക്കാലത്തേക്ക് അപ്പുറത്തേക്കുള്ള വികസനത്തിന് പകരം കുറഞ്ഞത് 100 വർഷക്കാലമെങ്കിലും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള വികസന സന്ദേശമാണ് NCPയുടെ നേതൃത്വത്തിൽ
ശ്രീ എൻ.എ. മുഹമ്മദ് കുട്ടി നേതൃത്വം കൊടുക്കുന്ന ഈ വികസന സന്ദേശ യാത്ര ലക്ഷ്യം വെക്കുന്നത് സമഗ്രമായ ഒരു വികസനമാണ്. എല്ലാ വിഭാഗം ആളുകൾക്കും സ്വച്ഛന്തമായി, സുഭിക്ഷമായി, സുരക്ഷിതമായി അവനവൻ പണിയെടുക്കുന്നത് കിട്ടുന്നത് കൊണ്ട് അന്തസ്സായി ജീവിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതാണ് ഈ സന്ദേശയാത്രയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഈ പ്രദേശങ്ങളിൽ കളമശ്ശേരി പോലുള്ള നിയോജക മണ്ഡലത്തിൽ